താനൂർ താമിർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തു. 1 മുതൽ 4 വരെ പ്രതികളെ ഇന്ന് പുലർച്ചെയാണ് CBI സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്താണ് CBI നടപടിയുടെ വിശദാംശങ്ങൾ? വേണു, താനൂർ കസ്റ്റഡി മരണക്കേസുമായി ബന്ധപ്പെട്ട് CBI നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കേസിൽ പ്രതിയായിരിക്കുന്ന 4 പോലീസുകാരെയാണ് നിലവിൽ CBI സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസിലെ 1-ാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിനേഷ്, 2-ാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിൻ, 3-ാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യു, 4-ാം പ്രതി തിരുരങ്ങാടി സ്റ്റേഷനിലെ CPO വിപിൻ എന്നീ 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിലവിൽ CBI സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിയോട് കൂടെയാണ് CBI സംഘം അതീവ രഹസ്യമായി വിവിധയിടങ്ങളിൽ എത്തിയത്. അതായത് ജിനേഷിനെയും വിപിനെയും ഇവരുടെ തന്നെ വള്ളിക്കുന്നിലുള്ള വീട്ടിൽ വെച്ചാണ് അപ്പോൾ ഈ CBI സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നാലെ അഭിമന്യുവിനെ താനൂരിലുള്ള അഭിമന്യുവിന്റെ വീട്ടിൽ വെച്ചും ആൽബിൻ അഗസ്റ്റിനെ കൊല്ലത്തുള്ള ആൽബിന്റെ വീട്ടിൽ വെച്ചുമാണ് CBI സംഘം രാവിലെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് 9 മണിയോട് കൂടി തന്നെ മലപ്പുറത്ത് നിന്നും ഇവരെ CBI സംഘം കൊച്ചിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് ഇവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2023 ഓഗസ്റ്റ് 1-നാണ് താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത താമിർ ജിഫ്രി എന്ന് പറയുന്ന മമ്പുറം സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 24 ആണ് പുറത്തുവിടുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പോലീസിന്റെ ഗുരുതരമായ മർദ്ദനമേറ്റാണ് അല്ലെങ്കിൽ ക്രൂരമായ മർദ്ദനമേറ്റാണ് താമിർ ജിഫ്രി കൊല്ലപ്പെട്ടത് എന്നുള്ള ഒരു കാര്യം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദത്തിലൊക്കെ തന്നെ ഈ ഒരു വിവാദം പോവുകയും ചെയ്തു. അതായത് ചേളാരിൽ നിന്നും താമിർ ജിഫ്രിയെ താനൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അതിന് പിന്നാലെ താനൂരിലുള്ള പോലീസ് ക്വാർട്ടേഴ്സിലെത്തിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു. പിന്നീട് പോലീസ് കുഴഞ്ഞു വീണതാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തുകയും അപ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത IPSന്റെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമിലെ പോലീസുകാരായിരുന്നു താമിർ ജിഫ്രിയെ കസ്റ്റഡിയിലെടുത്തതും മർദ്ദിച്ചതും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ആ ഡാൻസ് ഓഫ് അംഗങ്ങളായിട്ടുള്ള 4 പേരെയാണ് നിലവിൽ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചിരുന്നത്. ക്രൈംബ്രാഞ്ച് പ്രതി ചേർക്കപ്പെട്ട പോലീസുകാർ തന്നെയാണ് നിലവിൽ ഈ CBI സംഘം അറസ്റ്റ് ചെയ്തത് എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട്. പിന്നീട് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും പിന്നീട് ഈ കുടുംബം അന്വേഷണം തൃപ്തികരമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഈ കേസ് CBIക്ക് വിടുകയാണ് ഉണ്ടായത്. പിന്നാലെ CBI സംഘം CBI DYSP കുമാർ റോണക്കും സംഘവും വിവിധ ഘട്ടങ്ങളിലായി താനൂരിലെത്തി തെളിവ് ശേഖരിക്കുക, ഒപ്പം തന്നെ മൊഴിയെടുപ്പും എല്ലാം തന്നെ പൂർത്തിയാക്കി വിവിധ ഘട്ടങ്ങളിൽ അന്വേഷണത്തിലൂടെ കടന്നു പോയതിനു ശേഷമാണ് നിലവിൽ CBI നിർണായകമായ ഘട്ടത്തിലൂടെ ഈ പോലീസ് സംഘത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ അലികളികൾ ഉണ്ടാവുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വേണോ? ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.